നമസ്കാരം, വീട്ടമാസിലേക്ക് വീണ്ടും. ഇന്ന് വീട്ടമാസിൻ്റെ എപ്പിസോഡിൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ്, ഡയറി മിൽക്ക് പോലത്തെ ഒരു ചോക്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഡയറി മിൽക്കിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ്, ഇത് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മുഴുവൻ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് ഇതുപോലെ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. ചെറിയ വാവട്ടമുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിന്നും വലിയൊരു പാത്രം മേളിൽ വെച്ചിട്ട് അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ പാത്രത്തിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, സ്പൂണിലും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ചെറിയ കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. അപ്പം അടിയിലത്തെ വെള്ളം തിളച്ചിട്ട് ആവി ഈ പാത്രത്തിൻ്റെ അടിയിൽ വന്ന് അടിക്കുമ്പോഴത്തേക്ക് ആ ചൂട് തട്ടിയിട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നത്. അപ്പം മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ചൂട് തട്ടിയിട്ട് ചോക്ലേറ്റ് എല്ലാം മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടിയിലത്തെ ആ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന പാത്രവും കൂടി അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് നിങ്ങൾക്കിപ്പോൾ കാണാം, ചോക്ലേറ്റ് എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാത്രമേ നല്ലൊരു കൺസിസ്റ്റൻസി, അതായത് ഫ്ലോയിങ് കൺസിസ്റ്റൻസി, ഇങ്ങനെ ഒഴുകുന്ന പോലെ ചോക്ലേറ്റ് ഒഴുകുന്ന ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് മോൾഡിലേക്ക് ഈ ചോക്ലേറ്റ് നിരത്തി കൊടുക്കുക. അപ്പോൾ നിരത്തി കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ചോക്ലേറ്റ് വീഴാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിറയെ ആദ്യമേ ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. ആദ്യം ആ പുറമേ ഉള്ള ഭാഗം ത്തേക്ക് വേണ്ടിയിട്ട് ഒരു കോട്ടിങ്, ഒരു കവർ പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മോൾഡിലെ എല്ലാ ഭാഗത്തോട്ടും നമ്മൾ ചോക്ലേറ്റ് സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. അത് ടാപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ ചോക്ലേറ്റ് ഒരേ ലെവലിലെത്താനും, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എയർ ഹോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടാപ്പ് ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് ശരിക്കും ഈ ഡയറി മിൽക്കിൻ്റെ അതേ ആ ഒരു നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ടാപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും, ടാപ്പ് ചെയ്തപ്പോൾ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗത്ത് ആ ഗ്രൂവ്സ് ഉള്ള ഭാഗത്ത് കണ്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് സ്പൂൺ വെച്ച് കുറച്ചുകൂടി കോരി ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പം ചോക്ലേറ്റ് ഗ്യാപ്പ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എല്ലാം ലെവലാക്കിയതിന് ശേഷം ചോക്ലേറ്റ് നന്നായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചോക്ലേറ്റ് എത്തും. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ഐക്കൺ, ഓൾ എന്നുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചോക്ലേറ്റ് എല്ലാം സെറ്റായി, ചോക്ലേറ്റിൻ്റെ കവറ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലിലോട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം, ഇത് 3ഉം കൂടി ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലില്ലേ, അതിൽ വെച്ചിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചു കൊടുക്കുക. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടിയായി പോവും. അതല്ല, നമ്മൾ ചോക്ലേറ്റ് കടിക്കുമ്പോഴത്തേക്ക് ഒരു കട്ടി വരണമല്ലോ, ഇങ്ങനെ ക്രിസ്പിനെസ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുന്നതും. ഒരുപാട് പൊടിക്കാതെ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം, അതാണ് അതിൻ്റെ ഒരു രസം. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് എന്താ ചെയ്യേണ്ടത്? ചോക്ലേറ്റ് ഇടയ്ക്ക് കട്ടിയായിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ചൊരു വെള്ളം കയ്യിൽ അടുത്തായിട്ട് വെച്ചേക്കുക. ഈ ചോക്ലേറ്റ് പാത്രം അതിലോട്ട് മുക്കി കൊടുത്താൽ മതി. ചോക്ലേറ്റ് നല്ല ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നട്ട്സിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുത്ത ചോക്ലേറ്റ് എല്ലായിടവും ഒരുപോലെ ഫില്ലാക്കി കൊടുക്കുക. അതുപോലെ ഈ നട്ട്സിൻ്റെയൊക്കെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വരും, അവിടെയൊക്കെ ചോക്ലേറ്റ് വന്ന് നിറയണം. അപ്പോൾ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് ഫില്ലാക്കി കൊടുക്കുക. ചോക്ലേറ്റ് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് നികത്തി കൊടുക്കുക. എന്നിട്ട് അറ്റത്തൊക്കെ ചോക്ലേറ്റ് പറ്റിയത് ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ കൊണ്ടിങ്ങനെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടിങ്ങനെ
തട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഗ്യാപ്പുള്ള ഭാഗത്തോട്ടൊക്കെ ഈ ചോക്ലേറ്റ് ഇറങ്ങ് ഫില്ലായിക്കോളും. അപ്പോൾ അതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം, പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാം. ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കരുത് ചോക്ലേറ്റ് സെറ്റാകാനായിട്ട് കേട്ടോ. സെറ്റായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്ക് പുറത്തിറക്കാം. ഇനി നമുക്കിത് മോൾഡിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ചോക്ലേറ്റ് സെറ്റായതിന് ശേഷം മാത്രമേ എടുക്കാവൂ. പക്ഷേ ചോക്ലേറ്റ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ ഇതേ നല്ല ഫിനിഷോട് കൂടിയിട്ടുള്ള ഡയറി മിൽക്ക് പോലത്തെ ചോക്ലേറ്റ്, നട്ട്സ് ചോക്ലേറ്റ് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റാണ്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്